അപ്പോൾ ഞാൻ വേറെ അൺപാക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. എൻ്റെ ഗ്രാൻഡ് പേരൻസ് കേരള ടു ബാംഗ്ലൂർ പാർസൽ അയച്ചേക്കുകയാണ്. ഇതിനകത്ത് നമ്മൾക്ക് ഇച്ചിരി എഡബിൾ ഐറ്റംസും പിന്നെ ഒരു കുട്ടിക്കറുമനെയും കാണാവുന്നതാണ്. ആക്ച്വലി ഇതാണെങ്കിൽ എൻ്റെ പിറന്നാളാണ് നാളെ. ഞാൻ അപ്പോൾ അതിന് വേണ്ടി അവരെനിക്ക് പാർസൽ അയച്ചേക്കുകയാണ്. പിന്നെ ആസ് വെൽ ആസ് ഫോർ മൈ ബ്രദർ ഓൾസോ. പിന്നെ എൻ്റെ ആക്ച്വലി ഉള്ള ഇത് പിറന്നാളാണ് ഞാൻ പറഞ്ഞത്. ഇനിയുള്ള ബർത്ത്ഡേ ജൂൺ 28 അവിടെ ഞങ്ങൾ അടിച്ചു പൊളിക്ക് സ്കൂളിൽ കഴിഞ്ഞിട്ട് വരുമ്പോൾ. അപ്പോൾ സാറ്റർഡേ ആണ് ഗൈസ്. അതിൻ്റെ വീഡിയോ ഇടാൻ നോക്കാം. പറ്റുമെന്ന് ഉറപ്പില്ല, ബിസി ആയിരിക്കും. അപ്പോൾ നമ്മൾക്ക് കാണാം എന്തൊക്കെയാണ് തന്നേക്കുന്നതെന്ന്. ആഹാ, തുടക്കത്തിൽ തന്നെ റിഫ്രഷിങ് ചക്ക ഉപ്പേരി. ഇത് ഹോം മെയ്ഡാണ് ഗൈസ്. ഇത് കടയിൽ നല്ല മേടിച്ചത്. ഇത് ഹോം മെയ്ഡാണ്. എൻ്റെ ഗ്രാൻഡ് മദേഴ്സിനൊക്കെ നന്നായിട്ട് ഇതൊക്കെ ചെയ്യാൻ അറിയാവുന്നതാണ്. അപ്പോൾ ഇത് ആക്ച്വലി 2 പാക്കറ്റ്സ് ഉണ്ട്. ഓക്കെ, ഇത് ആക്ച്വലി 2 പാക്കറ്റ്സ് ആണ്. അപ്പോൾ ഞാൻ, എൻ്റെ ചേട്ടൻ, അമ്മ, അച്ഛൻ എല്ലാവരും ഭയങ്കരമായിട്ട് അതിശയിച്ചിരിക്കുകയാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് യൂണിപ്പിഗിൻ്റെ മറ്റേ നട്ട്സൊക്കെ ഇല്ലേ, നട്ട്സും മുന്തിരിങ്ങയൊക്കെ ഉള്ള ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും അത്. പിന്നെ ഞങ്ങൾക്ക് ഗുഡ് ഡേ ബിസ്ക്കറ്റ്സ് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, 2 പാക്കുണ്ട്. അതാണെങ്കിൽ ആക്ച്വലി അതിൻ്റെ അത് നല്ല ഇതായിട്ടുണ്ട്. പിന്നെ ഇതാണ് ബൂസ്റ്റിൻ്റെ ചോക്ലേറ്റ് ഫ്ലേവർ. എന്നിട്ട് നല്ല ടേസ്റ്റിയാണ് ഗൈസ്. ആരൊക്കെയാണ് അത് ആരുടെയാണ് ഫേവറേറ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് എൻ്റെ ഫേവറേറ്റ് പിയർ സോപ്പിന് നല്ല മണമാണ് ഗൈസ്. എൻ്റെ കുട്ടിക്കറുമ്പൻ അവൻ അവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു ഗൈസ്. ഞാൻ അവനെ മിസ് ചെയ്തു കേരളത്തിൽ. ഇപ്പോൾ അവനെ ഇങ്ങോട്ട് അയച്ചു നിൽക്കുകയാണ്. ഞാൻ ഒത്തിരി ഹാപ്പിയാണ് ഗൈസ്. പിന്നുള്ളത് ഇതാണ് പാഷൻ ഫ്രൂട്ട്. ആരെങ്കിലും തിന്നിട്ടുണ്ടോ ഗൈസ്? അപ്പോൾ പാഷൻ ഫ്രൂട്ട് പുളിയായിരിക്കും. ചില ആൾക്കാർ ഭയങ്കര റെയറായിട്ട് പഞ്ചസാരയിട്ട് കഴിക്കുന്ന കാണാറുണ്ട്. ഞാൻ എൻ്റെ ഒരാളാണ്. അപ്പോൾ പിന്നെ ഇച്ചിരി അതർ തിങ്സ് ഉണ്ട്. ഞങ്ങളിപ്പോൾ തുറന്ന് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോഴും എൻ്റെ കയ്യിൽ ആളുണ്ട്. ഞാൻ ഇപ്പോഴാണ് അവനെ മാറ്റിയത് എൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ട് എനിക്ക് കിട്ടുന്നില്ല ഗൈസ്. എന്തൊരു കഷ്ടമാണ്. ഒരു വലിയ ഉള്ളായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ ഇത് പായസത്തിന് വെക്കാനുള്ള കാര്യങ്ങളാണ്. നെയ്യും പിന്നെ അതിൻ്റെ ഈ സ്റ്റിക്സൊക്കെ അതൊക്കെയാണ്. പക്ഷേ നമുക്ക് ആക്ച്വലി അത് എനിക്കറിയില്ല ചിലതൊക്കെ എന്തുവാന്ന്. പക്ഷെ എനിക്ക് അറിയാമെന്നൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ പപ്പടം നല്ലൊരു പപ്പടം, അതും കേരളത്തിലെ. പിന്നെ ഇത് ഇച്ചിരി നെയ്യൊക്കെ ഉള്ളതാണ്. അടുത്തത് ചിക്കി. ഇംഗ്ലീഷിൽ നമ്മൾ ചിക്കി എന്ന് പറയും. പിന്നെ മലയാളത്തിൽ നമ്മൾ കപ്പലണ്ടി മിഠായി. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റിയാണ് ഗൈസ്. പിന്നെ നമ്മൾക്കാണെങ്കിൽ റെഡ് ലേബിളിൻ്റെ മറ്റേ ടീയുടെ ഇതുണ്ട്. എനിക്ക് തോന്നുന്നു കണ്ണന്തയിൽ അത് റെഡ് ലേബിൾ അങ്ങോട്ട് എനിക്കിഷ്ടം. എനിക്ക് ഓർമ്മയില്ല ഗൈസ്, ഞാൻ എല്ലാം മറന്നേ പോയി. അതെ. പിന്നെ അപ്പോൾ ഇതെന്തുവാ സാധനം എനിക്കറിയില്ല ഗൈസ്. എനിക്കൊന്ന് അറിയണം പെട്ടെന്ന്. എനിക്ക് നോക്കാം. 1 സെക്കൻഡ്. ഇതും എനിക്ക് തുറക്കാൻ പറ്റുന്നില്ല. ഇതാണ് മറ്റേ മിക്സ്ചർ. എൻ്റെ ചേട്ടൻ്റെ ഫേവറേറ്റ് സ്നാക്കാണ് ഗൈസ്. പിന്നെ ഇത് വൈറ്റ് മിക്സ്ചർ. അതെനിക്ക് പോയിട്ട് പ്രോപ്പറായിട്ട് പറയാറില്ല. ഇതപ്പോൾ വൈറ്റ് മിക്സ്ചർ. പിന്നുള്ളത് ഇതെന്തോ സാധനം. അയ്യോ, പേരയ്ക്ക. ഒത്തിരി ഗോവാസ് ഉണ്ട് എൻ്റെ ഗ്രാൻഡ് പേരൻസിൻ്റെ ഹൗസിൽ. 2 പറയാം. പക്ഷെ ഒരു വീട്ടിലെല്ലാം അങ്ങ് പോയി ഗായ്സ്. ഇതാണ് സോഫ്റ്റ് അവൽ ഗൈസ്. അവലൊക്കെ ഞങ്ങൾ പഴത്തിൻ്റെ കൂടെയൊക്കെ ഇട്ട് കഴിക്കാറുള്ള ചായയുടെ കൂടെ ഇപ്പോൾ ഒന്നും ഇല്ലെങ്കിലൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ അതൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഇതാണ് ചക്കക്കുരു, എൻ്റെ അമ്മയുടെ ഫേവറേറ്റ്. ഓഫ്കോഴ്സ് അമ്മയുടെ ഫേവറേറ്റ് ഇതാണ്. എന്നുവെച്ചാൽ അമ്മ എപ്പോഴായാലും ചക്കക്കുരു തിന്നുന്നത് ഞാനായിട്ട് കണ്ടിട്ടുള്ളത്. അല്ലാതെ ചീനിയും ചക്കക്കുരു ഒക്കെ ഇട്ടാണ്ടായിരിക്കാറ് എപ്പോഴായാലും. എനിക്ക് ചക്കക്കുരു ഇഷ്ടമില്ല ഗൈസ്. പണ്ട് എനിക്കിഷ്ടമായിരുന്നു.
അതെ, പിന്നെ കരിയാപ്പില ഞാൻ പറഞ്ഞില്ല, ശരിയാ, കരിവേപ്പില. ഞങ്ങൾ സിമ്പിളായിട്ട് കരിവേപ്പില എന്ന് പറയും, കരിവേപ്പില. അപ്പോൾ കരിവേപ്പില മറ്റേ കറി ലീഫല്ലേ, കറി ലീഫ്. അപ്പോൾ നമ്മൾക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ ഗൈസ്, എങ്ങനെ ഇരിക്കും? ചിലപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഓപ്പൺ ചെയ്യുമെന്ന്, എനിക്ക് ഉറപ്പില്ല ഗൈസ്, ഒട്ടും ഉറപ്പില്ല ഗൈസ്. ഐ എം സോ ഹാപ്പി. സോ അടുത്ത വീഡിയോയുടെ ഞാൻ വരുവേ. ബൈ ബൈ.